ഡോക്ടർ സുൽഫി കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, വളരെ ആശങ്ക ഉയർത്തുന്ന ഒരു വാർത്തയാണ്. നിലവിൽ ദില്ലിയിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ആൾക്ക് മങ്കി പോക്സ് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നു. ആളുടെ ഫലം പോസിറ്റീവാണെന്ന് ഇപ്പോൾ വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഡോക്ടർ, ഈ ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ രോഗത്തിൻ്റെ ഒരു സർവൈവൽ റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ ഒന്ന് വിശദീകരിച്ചാൽ. മങ്കി പോക്സിനെ കുറിച്ച് തീർച്ചയായിട്ടും ഭയപ്പെടേണ്ട അല്ലെങ്കിൽ ഒരു ആശങ്ക ഉണ്ടാവേണ്ട കാര്യങ്ങളില്ല. തീർച്ചയായിട്ടും ലോകാരോഗ്യ സംഘടന ഇതിനെ ഒരു ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരു ഭാരതത്തിലേക്ക് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണെന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയില്ല. നമ്മളെപ്പോഴും ഇത്തരം രോഗങ്ങൾ പുതുതായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ നാം പറയുന്നത് നാം പലപ്പോഴും ഇതിനെ നമ്മുടെ കോവിഡുമായിട്ടോ അത്തരം രോഗങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് ചിന്തിക്കുവാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ രോഗം ഒരു ഭീതിജനകമായ രോഗമാണെന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ലോകാരോഗ്യ സംഘടന ഇതിനെ ഒരു പ്രത്യേക നിരീക്ഷണത്തിൽ വെക്കേണ്ട ഒരു ഹെൽത്ത് എമർജൻസി ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് ഈ വിഷയത്തെക്കുറിച്ച്, ഈ രോഗത്തെക്കുറിച്ച് നമ്മളൊരു ജനറൽ അവയർനെസ് ഉണ്ടാവുകയും നമ്മുടെ ഒരു ജാഗ്രത ഉണ്ടാവുകയും വേണം. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ ധാരാളം ആൾക്കാർ പുറത്തേക്കും അകത്തേക്കും സഞ്ചരിക്കുകയും വിമാനമാർഗം ധാരാളം ആൾക്കാർ മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് ഈ രോഗത്തെക്കുറിച്ച് രോഗം ആദ്യം തന്നെ നമുക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ഒരു തെറ്റായ ശങ്ക നിലനിൽക്കുന്നത് ഇതൊരു സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് മാത്രമാണെന്നാണ്. തീർച്ചയായിട്ടുമല്ല, സെക്സ്വൽ കോൺടാക്ട് ഈ രോഗത്തെ ഉണ്ടാക്കും. പക്ഷെ തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രമല്ല, കാരണം അടുത്ത് ഇടപഴകുന്ന ആൾക്കാരിൽ നിന്നും ഈ രോഗം പകരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. രോഗലക്ഷണം ഇപ്പോൾ കൂടുതലായിട്ട് പൊട്ടിപ്പുറപ്പെട്ടുള്ളത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ഇത് രോഗിയിൽ നിന്നും പടരുന്നുണ്ട്. ഈ രോഗം വരുന്ന സാധാരണ രോഗലക്ഷണങ്ങൾ പനി വരിക, തലവേദന വരിക, ദേഹത്ത് കുമിളകൾ പോലെ അല്ലെങ്കിൽ ദേഹത്ത് ചെറിയ കുരുപ്പൽ പോലെയുള്ള ലീഷൻസ് ഉണ്ടാകുക, ആ ഭാഗത്ത് വേദന ഉണ്ടാവുക, അതിന് ചുറ്റുവട്ടമുള്ള ലിംഫ് നോട്ട്സ്, അതായത് ഗ്രന്ഥികൾക്ക് ചെറിയ വീക്കം ഉണ്ടാവുക, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. മൃഗങ്ങളിൽ നിന്നാണ് സാധാരണ ഇത് മനുഷ്യരിലേക്ക് പകരുന്നത്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത സെക്സ്വൽ ഇന്റർകോഴ്സ് വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള ഇടപെടൽ മൂലമോ ഒക്കെ തന്നെ ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ സ്കിന്നിലുണ്ടാവുന്ന സ്കിന്നിലുണ്ടാകുന്ന ലീഷൻസ് പൊട്ടിയിട്ട് ആ ഭാഗത്തു നിന്നും സെക്രീഷൻസുമായിട്ടുള്ള കോൺടാക്ട്സ് ഉണ്ടാവുകയാണെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഈ രോഗം ഒരു ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് പോകാറില്ല. നല്ല ശതമാനം ആൾക്കാരിലും മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ മാറിപ്പോകാനാണ് സാധ്യത. പക്ഷെ അപൂർവമായിട്ടെങ്കിലും ഇത് ന്യൂമോണിയ, എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ ഈ സ്കിന്നിൽ വരുന്ന ലീഷൻസിൽ സെക്കൻഡറി ഇൻഫെക്ഷൻസ് വന്ന് അതിന്റെ കോംപ്ലിക്കേഷൻസ് അങ്ങനെ ഉണ്ടാകാറുണ്ട്. ബേസിക്കലി ഒട്ടും ഭയപ്പെടേണ്ട സാഹചര്യം കേരളത്തിലും ഭാരതത്തിലും ഇല്ല. പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരിൽ ഒരുപക്ഷെ ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മെഡിക്കൽ ചികിത്സ ആവശ്യമാണ് എന്നുള്ളതാണ്. ഒരു ജനറലായിട്ട് ഒരു അവയർനെസ് ഉണ്ടാവുകയും ഈ കാര്യത്തെക്കുറിച്ചൊരു ജാഗ്രത ഉണ്ടാവുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. തീർച്ചയായിട്ടും ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാഗ്രത വളരെ അത്യാവശ്യമായൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതൊരു എമർജൻസിയായി ഡിക്ലെയർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സംസ്ഥാനങ്ങൾ ജാഗ്രത തുടരണമെന്നും ആരോഗ്യ മന്ത്രാലയം കൂടി മുന്നറിയിപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ വ്യാപനം സ്ഥിരീകരിച്ചിട്ടുള്ള രാജ്യത്ത് നിന്നാണ് യുവാവ് ഇന്ത്യയിലേക്ക് എത്തിയതെന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നന്ദി ഡോക്ടർ, നമ്മളോടൊപ്പം ചേർന്നതിന്.